എല്ലാവർക്കും നമസ്കാരം. ഓം നമ ശിവായ. ഈ കർക്കിടക മാസമായതുകൊണ്ട് തന്നെ വീഡിയോകൾ തുടർച്ചയായി ചെയ്യാൻ നമുക്ക് വേണ്ടത്ര സമയം ലഭ്യമാകുന്നില്ല. അതുകൊണ്ടാണ് പൂജകൾക്ക് ശേഷം വരുന്ന ഇടവേളകളിൽ വന്ന് വീഡിയോ ചെയ്തിട്ട് പോകുന്നത്. അതിൽ നിങ്ങൾ പരിഭവം വിചാരിക്കരുത്. അപ്പോൾ ഇന്നത്തെ വിഷയത്തിലേക്ക് വന്നാൽ, ഇന്നത്തെ വിഷയത്തിൽ പ്രതിപാദിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗനിർദ്ദേശമാണ്. പറയാൻ കാരണം, കർക്കിടക മാസക്കാലമായതുകൊണ്ട് തന്നെ സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് 27 നക്ഷത്രക്കാരുടെയും ദൈവാധീനം. അത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നാൽ മുൻ മാസങ്ങളിലൊക്കെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ ഇത് നോക്കാറുള്ളൂ. അപ്പോൾ പതിവ് പോലെ തന്നെ ഇന്നും പുലർച്ചെ ഈ 12 രാശികളിലായി വരുന്ന 27 നക്ഷത്രക്കാരുടെയും ദൈവാധീനം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ അങ്ങനെ കബഡി നോക്കിയപ്പോൾ അതിലറിയാൻ കഴിഞ്ഞത്, ഇവിടെ പറയാൻ പോകുന്ന 3 രാശികളിലായി വരുന്ന 9 നക്ഷത്രക്കാർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന നിലവിൽ പല ജ്യോത്സ്യന്മാരും നിങ്ങൾക്ക് പല പ്രവചനങ്ങളും തന്നിട്ടുണ്ടാകും. എന്നാൽ ആ പ്രവചനങ്ങളെ ഒട്ടുമിക്ക 90% മാറ്റിമറിക്കാൻ ശേഷിയുള്ള അത്ഭുത ഫലങ്ങളാണ് ഇനി നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇനി ഒരു പക്ഷേ ഈ നക്ഷത്രങ്ങളിൽ നിങ്ങൾ ഓൾറെഡി ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഈ പദ്ധതിയെക്കുറിച്ചിട്ട് വേണ്ടവണ്ണം അറിയണമെന്നില്ല. ഇത് പറയാൻ കാരണം, നമ്മൾ ചിന്തിക്കുന്നതിനും അതീതമായിട്ടാണ് പ്രപഞ്ചശക്തി പ്രവർത്തിക്കുന്നത്. ഇത് കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ, പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നതൊന്നും എന്നാൽ നമ്മുടെ നിത്യജീവിതത്തിൽ സംഭവിക്കുന്നത് മറ്റൊന്നുമായിരിക്കും. അതാണ് അവ തമ്മിലുള്ള ഒരു പരസ്പര വൈരുദ്ധ്യം. എന്നാൽ ഇതിൽ പറയാൻ പോകുന്ന 9 നക്ഷത്രക്കാരുടെ കാര്യത്തിൽ ഇതുവരെയുള്ള ജ്യോതിഷ ഫലപ്രവചനങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ അത്യുന്നത മേഖലകളിലേക്ക് ഇവർ ഇനി കടന്നു ചെല്ലാൻ പോവുകയാണ്. ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇത് ദൈവനിശ്ചയമാണ്. ഈ സമയം ഇത് കേൾക്കുമ്പോൾ നിങ്ങളിൽ പലർക്കും ഉണ്ടായേക്കാവുന്ന ഒരു ചോദ്യം, ഇപ്പോൾ എൻ്റെ അവസ്ഥ അതിദയനീയമാണ്, മാത്രവുമല്ല ഇനി എങ്ങനെ ഞാൻ മുന്നോട്ട് പോകും എന്ന് യാതൊരുവിധ രൂപരേഖയുമില്ലാതെ ഞാൻ നടുക്കടലിൽ നിൽക്കുന്ന ആ ഒരു അവസ്ഥയാണ്. ഇങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങളിൽ മിക്കവരും ഇപ്പോൾ ചിന്തിച്ചു വച്ചിരിക്കുന്നത്. തീർച്ചയായും നിങ്ങളുടെ ആ ധാരണ ശരി തന്നെയാണ്. പക്ഷേ ഇതിന് കാരണം എന്തെന്നാൽ, ഗ്രഹങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളും തടസ്സങ്ങളും സൃഷ്ടിക്കുന്നത് സ്വാഭാവികമാണ്. ഒന്ന് സൂക്ഷ്മമായി ചിന്തിച്ചാൽ ഇത് വാസ്തവത്തിൽ ഗ്രഹങ്ങൾ മൂലമാണോ? ഒരിക്കലുമല്ല. പറയാൻ കാരണം, ശനി, വ്യാഴം, ചൊവ്വ, രാഹു എന്നീ ഗ്രഹങ്ങൾക്ക് നിങ്ങളോട് യാതൊരുവിധ മുൻവൈരാഗ്യങ്ങളുമില്ല. പിന്നെ അവർ നിങ്ങളെ എന്തിനു ശിക്ഷിക്കണം? അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഇതാണ്. അതായത്, നിങ്ങൾക്ക് ദൈവാധീന കുറവുണ്ടെങ്കിൽ ആ ദൈവാധീന കുറവാണ് നിങ്ങളുടെ ജീവിതത്തിൽ സകലവിധ കഷ്ടനഷ്ടങ്ങളും വരുത്തി വയ്ക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഗ്രഹങ്ങൾ നിങ്ങളെ ദൃഷ്ടി ചെയ്യുന്നതും. അതുകൊണ്ട് നമ്മൾ യാതൊരു കാരണവശാലും നമ്മുടെ കഷ്ടകാലം അത് ഗ്രഹങ്ങൾ വരുത്തി വെച്ചതാണെന്ന് നമ്മൾ ഗ്രഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പകരം നമ്മളിലുള്ള ദൈവാധീന കുറവ് കൊണ്ടാണ് അങ്ങനെയുള്ള കഷ്ടനഷ്ടങ്ങൾ നമുക്ക് സംഭവിച്ചത് എന്ന് വേണം അതിൽ നിന്നും മനസ്സിലാക്കിയെടുക്കാൻ. അപ്പോൾ ഇതിൽ നിന്നും ഒരു കാര്യം ഉറപ്പാണല്ലോ, തന്നിലുള്ള ദൈവാധീനം വർദ്ധിപ്പിക്കാൻ ഒരാൾക്കായാൽ തീർച്ചയായും നിങ്ങൾക്ക് ഗ്രഹങ്ങൾ അനുകൂലമായി തന്നെ പ്രവർത്തിച്ചിരിക്കും. ഇതാണ് പ്രപഞ്ചത്തിൻ്റെ നിയമം. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ, ദൈവിക കടാക്ഷം ഒന്നുകൊണ്ട് മാത്രം വലിയ ആപത്തുകളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അത്ഭുതകരമായി കരകയറാൻ പോകുന്ന ആ 3 രാശികളെയും അതിൽ ഉൾപ്പെടുന്ന 9 നക്ഷത്രക്കാരെയുമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. നിങ്ങളുടെ നക്ഷത്രം ഇതിലുണ്ടോ എന്ന് ശ്രദ്ധയോടുകൂടി ഒന്ന് പരിശോധിക്കുക. അതിനുശേഷം അതിലെടുക്കേണ്ട മുൻകരുതലുകൾ കൂടി അങ്ങെടുത്തേക്കുക. അതിലേക്ക് പോകുന്നതിന് മുൻപ് ഈ വരുന്ന കർക്കിടക വാവിന് ചെയ്യുന്ന തിലഹോമത്തെക്കുറിച്ച് 1-2 വാക്കുകൾ പറയാം. ഈ വരുന്ന കർക്കിടക വാവ് 2026 ഓഗസ്റ്റ് മാസം 12-ാം തീയതി ബുധനാഴ്ച ആയിട്ടാണ് വരുന്നത്. എന്താണ് ഈ തിലഹോമം? അത് എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളെ വിട്ടുപിരിഞ്ഞ നമ്മുടെ പൂർവികരുടെ ആത്മാവിന് ശാന്തി നൽകുന്നതിനും ജാതകത്തിലെ ഗുരുതരമായിട്ടുള്ള പിതൃദോഷങ്ങൾ അത് അകറ്റുന്നതിനുമായിട്ടാണ് ഈ തിലഹോമം ചെയ്യുന്നത്. ഈ തിലം എന്ന് വെച്ചാൽ എള്ളും ഹവിസും മന്ത്രപൂർവ്വം അഗ്നിയിൽ അർപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഹോമമാണ് തിലഹോമം എന്ന് പറയുന്നത്. അതായത് ഇത് കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും പവിത്രമായ വൈദിക കർമ്മമാണ്. ഇവിടെ പ്രത്യേകിച്ചും ഈ കർക്കിടക വാവ് ദിവസം തിലഹോമത്തിൽ പങ്കാളിയാകുന്നത് വഴി തലമുറകളായി പിന്തുടർന്നു വരുന്ന പിതൃശാപങ്ങളും അതുണ്ടെങ്കിൽ അങ്ങനെയുള്ള ശാപങ്ങളും തടസ്സങ്ങളും പൂർണ്ണമായി മാറിപ്പോകും.
അതിനോടൊപ്പം കുടുംബത്തിൽ നിലനിൽക്കുന്ന ആ സാമ്പത്തിക ഞെരുക്കം, തൊഴിൽ തടസ്സങ്ങൾ, വിവാഹ തടസ്സങ്ങൾ, അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള രോഗപീഠകൾ എന്നിവയെല്ലാം അകന്ന് പിതൃക്കളുടെ പൂർണ്ണ അനുഗ്രഹവും മനഃശാന്തിയും ഐശ്വര്യവും ആ കുടുംബത്തിൽ വന്നെത്തുക തന്നെയും. പലരും ധരിച്ചു വച്ചിരിക്കുന്നത് ഈ തിലഹോമം ചെയ്യുന്നത് അത് ഈ പിതൃക്കൾക്ക് സമാധാനം കിട്ടാനാണ് എന്നാണ്. ഒരിക്കലുമല്ല, ജീവിച്ചിരിക്കുന്നവർക്ക് സമാധാനം കിട്ടാനാണ് ഈ തിലഹോമം ചെയ്യുന്നത്. അത് മരിച്ചവരുടെ പേരിൽ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അവരുടെ മരണ ദിവസവും മരിച്ച അവരുടെ നക്ഷത്രവും അതുപോലെ തന്നെ ജനിച്ച നക്ഷത്രവും വെച്ചുകൊണ്ട് ഞങ്ങളത് ചെയ്തു കൊടുക്കാറുള്ളത്. അതുകൊണ്ട് ഇനി ഈ തെറ്റിദ്ധാരണ നിങ്ങൾ വെച്ച് മുന്നോട്ട് പോകരുത്. ഈ തിലഹോമത്തിലേക്ക് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഇതുവരെ തരാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ബോക്സിൽ തന്നാൽ മതിയാകും. ഇനി നമ്മുടെ ഇന്നത്തെ ഈ രാശിഫലത്തിലേക്ക് കടന്നു വന്നാൽ, അതായത് 9 നക്ഷത്രക്കാർക്കുള്ള ദൈവാധീനം ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അതിൽ കണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് പറയാം. ഇതിലേക്ക് വരുന്ന ആദ്യത്തെ രാശിയായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് മേടം രാശി. മേടക്കൂറിൽ വരുന്ന അശ്വതി ഭരണി കാർത്തികകാല്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സാമ്പത്തികമായും തൊഴിൽപരമായും അതുപോലെ തന്നെ ആരോഗ്യപരമായും വലിയ രീതിയിലുള്ള മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നുപോയവരാണ് ഈ നക്ഷത്രക്കാർ. മാത്രവുമല്ല, നിങ്ങൾ ഉടനെ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് അവസാന നിമിഷം തടസ്സപ്പെട്ടു പോകും. അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവരിൽ നിന്ന് പോലും അർഹിച്ച പിന്തുണ നിങ്ങൾക്ക് ലഭിക്കാതെ വരിക. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ നിങ്ങൾ വളരെയധികം നേരിട്ടിട്ടുണ്ടാകും. എന്നാൽ ഇനി നിങ്ങൾക്ക് ആശ്വാസത്തിൻ്റെ നാളുകളാണ് വരാൻ പോകുന്നത്. നിങ്ങളുടെ ഈശ്വരാധീനം ശക്തമാകുന്ന ആ ഒരു സമയം കൂടിയാണിത്. ജാതകവശാൽ ചില ചെറിയ തടസ്സങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിലും ദൈവാനുഗ്രഹം കൊണ്ട് വഴിമുട്ടി എന്ന് നിങ്ങൾ കരുതിയ പല കാര്യങ്ങളും ഇനി പെട്ടെന്ന് തെളിഞ്ഞു വരും. പ്രത്യേകിച്ചും ഇനി പറയാൻ പോകുന്ന രംഗങ്ങളിൽ ഇത് സംഭവിച്ചിരിക്കും. ഈ പറഞ്ഞതിൽ യാതൊരു സംശയവുമില്ല. അതിലൊന്നാമത്തേത് ധനയോഗം. പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ സാമ്പത്തിക ആശ്വാസം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. രണ്ടാമത്തേത് തൊഴിൽ രംഗം, അതായത് കർമ്മമേഖല. ജോലിസ്ഥലത്ത് നിങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചവർ അവർ അതിൽ നിന്ന് സ്വയം പിന്മാറുന്ന അവസ്ഥ തീർച്ചയായിട്ടും സംജാതമാകും. മൂന്നാമത്തേത് ആരോഗ്യം. നിലവിലുണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കൃത്യമായ പരിഹാരം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കും. അത് നിങ്ങൾ സ്വയം കണ്ടെത്തുന്നതാകാം, അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള ആ ഒരു വഴിയിലൂടെ കണ്ടെത്തുന്നതുമാകാം. നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം അല്ലെങ്കിൽ വഴിപാട് എന്താണെന്ന് വെച്ചാൽ, ഹനുമാൻ സ്വാമിയെയും ദേവിയെയും ഭജിക്കുന്നത് നിങ്ങളുടെ ഈ ദൈവാധീനം അത് ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കാൻ ഈ സമയത്ത് തീർച്ചയായിട്ടും സഹായിക്കും. കാരണം ഗ്രഹങ്ങളുടെ നിൽപ്പ് വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ആഴ്ചകളിലെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും. ഒരു പക്ഷേ ഈ ഫലപ്രവചനങ്ങൾ നിങ്ങൾ കേൾക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ടാണെങ്കിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും താഴെ മെസ്സേജ് ബോക്സിൽ തന്നാൽ മതിയാകും. അല്ലെങ്കിൽ നമ്മുടെ പുതിയ ജ്യോതിഷം ആപ്ലിക്കേഷനായിട്ടുള്ള NMP ജ്യോതിഷം ആപ്ലിക്കേഷനിൽ ഇതിന് പ്രത്യേക വിഭാഗം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നാലും മതി. അപ്പോൾ നിങ്ങൾക്ക് ഹോമങ്ങളും പൂജകളും സെപ്പറേറ്റ് ആയിട്ട് തരാൻ സാധിക്കും. കാരണം അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ദൈവിക കടാക്ഷത്തിൽ വലിയ ആപത്തുകളിൽ നിന്നും രക്ഷപ്പെടാൻ പോകുന്ന രാശി ചിങ്ങക്കൂറാണ്. ഇതിൽ വരുന്ന മകം, പൂരം, ഉത്രം, ആദ്യകാൽഭാഗം. ചിങ്ങം രാശിക്കാർക്ക് നിങ്ങളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മമേഖലയിലോ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ വരാൻ സാധ്യതയുള്ള ഒരു സമയമായിരുന്നു ഇത്. ശത്രുദോഷങ്ങളും അതുപോലെ തന്നെ അനാവശ്യ അപവാദങ്ങളും നിങ്ങളെ നിരവധി പിന്തുടർന്നിട്ടുമുണ്ടാകും. എത്ര അധ്വാനിച്ചാലും ഫലം കിട്ടുന്നില്ല എന്ന ആ നിരാശയും നിങ്ങളെ അലട്ടിയിട്ടുമുണ്ടാകും. എന്നാൽ ഈശ്വരാധീനം ഒന്നുകൊണ്ട് മാത്രം ഈ ദോഷഫലങ്ങളുടെ തീവ്രത വൻതോതിൽ നിങ്ങൾക്കിനി കുറയുന്നതായിരിക്കും. ഒരു വലിയ വീഴ്ചയിൽ നിന്നും ദൈവം നിങ്ങളെ കൈപിടിച്ചുയർത്തുന്ന ആ ഒരു അനുഭവം ഇനി നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ തീർച്ചയായും കാണാൻ സാധിക്കും. ഇനി പറയാൻ പോകുന്ന രംഗങ്ങളിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും, അല്ലെങ്കിൽ മാറ്റി എഴുതപ്പെടുന്ന ആ ഒരു സാഹചര്യം സംജാതമായിരിക്കും. അതിലൊന്നാമത്തേത് കുടുംബം. കുടുംബത്തിൽ നിലനിന്നിരുന്ന അശാന്തി ഉറപ്പായിട്ട് മാറിക്കിട്ടും. രണ്ടാമത്തേത് സാമ്പത്തികം, അതായത് കടബാധ്യതകൾ ഒരു പരിധി വരെ തീർക്കാൻ സാധിക്കുന്ന വിധത്തിൽ പുതിയ വരുമാന സ്രോതസ്സുകൾ അല്ലെങ്കിൽ മാർഗങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ തെളിഞ്ഞു വരും. മൂന്നാമത്തേത് സംരക്ഷണം. നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവരിൽ നിന്ന് നിങ്ങൾ പോലും അറിയാതെ ദൈവം നിങ്ങൾക്കൊരു സംരക്ഷണ കവചം ഒരുക്കിയിരിക്കും. നിങ്ങൾ ചെയ്യേണ്ട പരിഹാര മാർഗങ്ങൾ നോക്കുമ്പോൾ ഞായറാഴ്ചകളിൽ സൂര്യഭഗവാനെ വന്ദിക്കുകയും ആദിത്യ ഹൃദയ സ്തോത്രം ജപിക്കുന്നതും നിങ്ങൾക്ക് അത്യുത്തമമായിരിക്കും. അതുപോലെ തന്നെ മഹാവിഷ്ണുവിന് തുളസിമാല ചാർത്തുന്നതും ഈ സമയത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ അത്യുത്തമമായിരിക്കും.
ഇനി മൂന്നാമതായി ദൈവത്തിൻ്റെ സവിശേഷമായ അനുഗ്രഹം അനുഭവിക്കാൻ പോകുന്ന രാശി വൃശ്ചികൻ രാശി. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാരാണ് ഈ രാശിയിൽ വരുന്നത്. നിങ്ങളെ സംബന്ധിച്ച് മാനസികമായി വളരെയധികം തളർന്നു പോയൊരു കാലഘട്ടമാണ് നിങ്ങൾക്ക് ഇപ്പോൾ പാസ്റ്റായിട്ട് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ എൻ്റെ കൂടെ ആരുമില്ലല്ലോ എന്ന് കരുതുന്ന നിരവധി നിമിഷങ്ങൾ നിങ്ങൾ കടന്നുപോയിട്ടുണ്ട്. എന്നാൽ ആ അവസ്ഥകളിൽ നിന്നും മാറി ദൈവാധീനത്തിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് അനുഭവപ്പെടാൻ പോകുന്നത് ഇനിയുള്ള ദിവസങ്ങളിലാണ്. മാത്രവുമല്ല, ആരോഗ്യരംഗത്താണെങ്കിലും ശരി, നിങ്ങളുടെ കർമ്മരംഗത്താണെങ്കിലും ശരി, നിങ്ങൾ ചെന്ന് തൊടുന്ന ഒട്ടുമിക്ക എല്ലാ മേഖലകളും നിങ്ങൾക്ക് അനുകൂലമായി വഴങ്ങി വരും. അങ്ങനെയാണ് കാണുന്നത്. പ്രത്യേകിച്ചും ഇനി പറയാൻ പോകുന്ന രംഗങ്ങൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണർന്നു കിട്ടിയിരിക്കും. അതിലൊന്നാമത്തേത് മാനസിക സമാധാനം. മനസ്സിലെ ഭയവും ഉത്കണ്ഠയും മാറി പുതിയൊരു ആത്മവിശ്വാസം നിങ്ങൾക്ക് കൈവരുന്നതായിരിക്കും. അതായത് എന്തെന്നില്ലാത്തൊരു എനർജി അല്ലെങ്കിൽ എന്തെന്നില്ലാത്തൊരു ധൈര്യം അത് നിങ്ങൾക്ക് എവിടെ നിന്നോ വരുന്നു എന്നതുപോലെ നിങ്ങളുടെ മുൻപിലേക്ക് വരും. ഇനി രണ്ടാമത്തേത് നിങ്ങളുടെ കർമ്മമേഖല, അതിനോടൊപ്പം വിദ്യാഭ്യാസം. മുടങ്ങിപ്പോയ പഠനങ്ങളും വിദേശ യോഗങ്ങളും വീണ്ടും നിങ്ങളുടെ മുൻപിൽ തെളിഞ്ഞു വരുന്നതായിരിക്കും. ഇത് നിങ്ങളുടെ വിദ്യാഭ്യാസപരമായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ടതായിക്കോട്ടെ, തീർച്ചയായിട്ടും കർമ്മമേഖലയും ഉണർന്നു കിട്ടും. ഇനി അടുത്തത് അപ്രതീക്ഷിത സഹായം. അതായത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് തികച്ചും അപ്രതീക്ഷിതമായി അപരിചിതരായിട്ടുള്ള ആളുകളിൽ നിന്ന് പോലും സഹായഹസ്തങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്ന അവസ്ഥാവിശേഷങ്ങൾ സംജാതമാകും. നിങ്ങൾ ചെയ്യേണ്ട പരിഹാര മാർഗങ്ങൾ അല്ലെങ്കിൽ വഴിപാട് ഏതൊക്കെയാണെന്ന് നോക്കുമ്പോൾ, സുബ്രഹ്മണ്യ സ്വാമിക്കും ശിവഭഗവാനും നിങ്ങൾക്ക് പുഷ്പാഞ്ജലി കഴിക്കാൻ സാധിച്ചാൽ അത് അത്യുത്തമമായിരിക്കും. അതുപോലെ തന്നെ ദിവസവും വീട്ടിൽ കീർത്തനങ്ങൾ ജപിക്കുന്നത് വളരെ നല്ല ഒരു ശീലമാണ്. അത് നിങ്ങൾ തുടർന്നും ശീലമാക്കിയെടുക്കുക. നമ്മുടെ ആപ്ലിക്കേഷനിൽ ഇനി കീർത്തനങ്ങൾ എന്നൊരു വിഭാഗം നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ജോലി ഏകദേശം പകുതിയായിട്ടുള്ളൂ. എല്ലാ ദേവതകളുടെയും കീർത്തനങ്ങൾ നിങ്ങൾക്ക് അതിൽ ലഭ്യമാണ്. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കീർത്തനങ്ങൾ നോക്കിയെടുത്ത് നിങ്ങൾക്കത് ജപിക്കാനും സാധിക്കും. അതിന് അവസാനമായിട്ട് പറയാനുള്ളത്, നിങ്ങൾ 9 നക്ഷത്രക്കാരും ഇത് പ്രത്യേകം മനസ്സിലാക്കി വയ്ക്കേണ്ട ഒരു വാസ്തവമാണ്. അതായത് ജ്യോതിഷം നമ്മളോട് പറയുന്നത് നമ്മുടെ സമയത്തെക്കുറിച്ചാണ്. എന്നാൽ ആ സമയത്തെയും മാറ്റിമറിക്കാൻ, അതായത് കൈകാര്യം ചെയ്യാൻ കഴിവുള്ളതാണ് ഈ പ്രപഞ്ചശക്തി എന്ന് പറയുന്ന ആ മഹാശക്തി. അതിനാൽ ഇപ്പോഴുള്ള ആ വിധി അതൊരു ദുർവിധി എന്ന് കരുതി നിരാശപ്പെടാതെ പൂർണ്ണ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ കർമ്മങ്ങൾ അത് എന്തു തന്നെ ആയിക്കോട്ടെ അത് ശരിയായ രീതിയിൽ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ ദൈവത്തിന് വിട്ടേക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ തീർച്ചയായും ഇത് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്കും കൂടി ഇതിൻ്റെ പ്രയോജനം അനുഭവിക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.